ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാസ്ത എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് നമുക്ക് അതിനൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം തോരാനായിട്ട് നമുക്കത് അരിപ്പ പോലൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സവാള നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തക്കാളിയും ഉള്ളിയും എല്ലാം കൊണ്ടൊന്ന് മിക്സായി വഴണ്ട് വരുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയാണ്. ഇത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്ത് അതൊന്ന് അതിൻ്റെ ഒന്ന് ജലാംശം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് നമുക്കതിലേക്കൊരു പ്ലേറ്റിലോട്ടാക്കാം. പാസ്ത തയ്യാറായി.